ഷാജഹാൻ ടിയെ 1000 കോടിയിലധികം വരുന്ന തട്ടിപ്പാണ് ഇതിനോടകം വ്യക്തമാകുന്നത്. പലയിടത്തും വാർഡ് മെമ്പർ അല്ലെങ്കിൽ MLA-മാരുടെയോ ജനപ്രതിനിധികളുടെയോ NGO-കൾ തുടങ്ങിയവ വഴിയാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ആ തട്ടിപ്പിന് ഫെസിലിറ്റേറ്റർമാരായി ഈ NGO-കളോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന പ്രതിനിധികളോ പ്രവർത്തിച്ചിട്ടുണ്ട്. അനന്തു കൃഷ്ണൻ എന്ന 28-കാരൻ്റെ മാത്രം ഓപ്പറേഷൻ എന്ന് നമുക്ക് ഇതിനെ കാണാൻ കഴിയുമോ? ഒരുപാട് നേതാക്കൾക്ക് പണം കൊടുത്തതായി മൊഴികളുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന സൂചന. തീർച്ചയായിട്ടും ഇതിൽ അനന്തകൃഷ്ണൻ മാത്രമല്ല, ഈ ശൃംഖല വളരെ വിപുലമാണ്. ഇത് കേരളത്തിൻ്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന വൻ ശൃംഖല ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് സായി ട്രസ്റ്റിൻ്റെ ചെയർമാൻ. ആ സായി ട്രസ്റ്റിൻ്റെ ചെയർമാനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തേക്ക് വരും. ആനന്ദകുമാറാണ് ഇതിന്റെ കിങ് പിൻ എന്ന് നിങ്ങൾ സംശയിക്കാൻ കാരണം എന്താണ്? ആനന്ദകുമാറാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് അനന്തകൃഷ്ണനെ കൊണ്ടുപോയത്, പല നേതാക്കളുടെയും അടുത്ത് പരിചയപ്പെടുത്തിയത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബിനാമിയാണോ എന്ന് പോലും ചില ആളുകൾ സംശയം ഉന്നയിച്ചിരുന്നു. ആനന്ദകുമാറാണ് ഇക്കാര്യത്തിൽ മുഖ്യപ്രതി സ്ഥാനത്ത് നിന്ന് നിങ്ങൾ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യപ്രതി സായി ട്രസ്റ്റിൻ്റെ ചെയർമാനാണെന്ന് സംശയിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ആളാണ്. അതേസമയം ഇപ്പോൾ പ്രതി എന്ന് പറയുന്ന അനന്തകൃഷ്ണൻ കുറച്ച് കാലം മാത്രമേ ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളൂ. ഇതിക്ക് മുമ്പ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആള് സായി ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. ശരി, അതാണ് ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു കാരണം.